ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബീഫ് ചാപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് ചാപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അധികം എല്ലില്ലാത്ത 1 കിലോ അളവിൽ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. പോത്തിറച്ചി അതാണ് വാങ്ങിച്ചിരിക്കുന്നത്. സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതേ ഒരളവിൽ വലുതാക്കി സ്ലൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പച്ചമുളക്, തക്കാളി, സവാള, കരിവേപ്പില, ഇഞ്ചി ഒരു വലിയ കഷ്ണം, ഒരു കുടം വെളുത്തുള്ളി. പിന്നെ മെയിനായിട്ട് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് തേങ്ങാപ്പാൽ. നല്ല കട്ടിയിൽ 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ 4 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാക്കി വെക്കാം. അതിനുശേഷം നമുക്കൊരു കാര്യം ചെയ്യാം. ബീഫ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. കാരണം അത്യാവശ്യം വേവുണ്ടല്ലോ ബീഫിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ വേഗം നമ്മുടെ ജോലിയൊക്കെ കഴിയും. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ചതച്ചെടുത്തു. അതിൽ ഒരു 1.25 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് അല്ല, ചതച്ചത്. 2 സവാള കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒരു 5 എണ്ണം, ഒരു തണ്ട് കരിവേപ്പില. നമ്മൾ 5 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ 2 സവാള നമുക്ക് ഇതുപോലെ വേവിക്കാൻ ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കശ്മീരി മിർച്ചാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ നിറച്ച്. ഇതെല്ലാം കൂടി ചേർത്ത് 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ കട്ടയായിട്ടിരിക്കുകയാണ് കേട്ടോ, അതാണ് അങ്ങനെ. ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നല്ല പോലെ മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് നമുക്ക് വെക്കാം. അതിനുശേഷം വേവിക്കാൻ പാടുള്ളൂ കേട്ടോ. 30 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിക്കാം. ഒരു 6-7 വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് എയറൊക്കെ പോയ ശേഷം തുറന്നു നോക്കാം. കേട്ടോ, നമ്മുടെ ബീഫ് നല്ല പോലെ വന്നിട്ടുണ്ട്. ബീഫൊക്കെ എപ്പോഴും വേവിക്കുന്ന സമയത്ത് ഫസ്റ്റ് വിസിൽ നല്ല ഫ്ലെയിമിൽ കേൾപ്പിക്കുക. അതിനുശേഷം സിമ്മാക്കി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ 7 വിസിൽ കറക്റ്റ് കിട്ടുന്ന സമയം കൊണ്ടിട്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ബീഫ് വെന്ത സ്ഥിതിക്ക് മസാല തയ്യാറാക്കണമല്ലോ. അപ്പോൾ ബീഫ് മാറ്റി വയ്ക്കാം. മസാല തയ്യാറാക്കാൻ ഇതുപോലൊരു ചീനച്ചട്ടിയോ കടായിയോ എടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ച സവാളയിൽ 3 എണ്ണം ബാക്കിയുണ്ടല്ലോ, അത് ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ 1 ടീസ്പൂൺ അളവിലാണ് നമ്മൾ കൊടുത്തിരുന്നത് വേവിക്കാനായിട്ട്. ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഈ മസാല തയ്യാറാക്കാൻ ഇട്ട് കൊടുക്കണം. ഉപ്പ് പാകത്തിന് ചേർക്കുക. ഉപ്പ് പാകത്തിന് എന്ന് പറയുമ്പോൾ ഈ സവാള വഴങ്ങി വരാൻ പാകത്തിന് നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് മറന്നു പോകരുത്. ഉപ്പിൻ്റെ അളവ് കൂടിയാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. കുറഞ്ഞാൽ വീണ്ടും ഇട്ടാലും മതിയല്ലോ. ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കളയരുത്. ഒന്നില്ലെങ്കിൽ 2 പീസോ അല്ലെങ്കിൽ 4 പീസോ ആക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. നല്ല പൂ പോലെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ കട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടാവും. അതിന് ഒരു ഉത്തരവുണ്ട്. നമുക്കിതിൻ്റെ തോലൊന്ന് അടർത്തി എടുക്കാനുണ്ട്. അപ്പോൾ ചെറിയ പീസാക്കി കട്ട് ചെയ്താൽ നമുക്ക് തോൽ അടർത്തി എടുക്കാൻ പറ്റില്ല. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ തോലെല്ലാം അടർത്തി മാറ്റിയെടുക്കാം. കാരണം ഈ തക്കാളി നല്ല പോലെ സ്മാഷ് ചെയ്ത് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ തോല് ഇങ്ങനെ അലന്നു വരില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വൃത്തികേടാ കറക്കി. അപ്പോൾ തോലെല്ലാം നമുക്ക് മാറ്റാം. അതുപോലെ ഒന്ന് വഴങ്ങി വരുമ്പോഴേക്കും ഈ തോലൊക്കെ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് അടർത്തി മാറ്റാനുള്ള പാകത്തിന് കിട്ടും. ഇപ്പോൾ തോലെല്ലാം നമ്മൾ മാറ്റി നമ്മുടെ സവാള നല്ല പോലെ വഴങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. താഴെ വെച്ച് നമ്മളൊന്ന് സ്മാഷ് ചെയ്യുന്നുണ്ട്. ഒരു സ്മാഷർ എടുത്തിട്ട് നമുക്ക് നല്ല പോലെ സ്മാഷ് ചെയ്യാം. കണ്ടോ, നന്നായി ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരളവിലാണ് നമുക്ക് ചാപ്സിൻ്റെ മസാല കിട്ടേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതായത് മുളക് പൊടിയും മറ്റ് മസാലകളുണ്ടല്ലോ, അതൊന്നും ചേർത്തിട്ടില്ല. നമുക്കത് ചേർത്ത് കൊടുക്കാം. സാധാരണ ഗതിയിൽ ആ മസാലകളൊക്കെ വെളിച്ചെണ്ണയിൽ താളിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ സവാളയുടെ മസാലക്കൂട്ടുകളൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലക്കൂട്ടുകളിലേക്ക് നമ്മൾ വേണ്ടുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ബേ ലീഫ് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ നിറച്ച് കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ.
ഇത് നമ്മൾ ബീഫ് മസാലയാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ബീഫ് മസാലപ്പൊടി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടി ചേർത്ത് മസാലപ്പൊടികൾ നല്ല ഒരു മൂത്ത മണം വരുമ്പോഴേക്കും നമുക്ക് ബാക്കി നമ്മളിവിടെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എണ്ണ തെളിയുന്നത് വരെ ഒന്നുകൂടെ തിളപ്പിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ചതച്ചതല്ല പൊടി. അതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ എണ്ണ തെളിയും വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ ബീഫിൻ്റെ കഷ്ണങ്ങളിലൊക്കെ ഈ മസാല ഇങ്ങനെ പെരണ്ട് പൊതിഞ്ഞ് പിടിച്ചിരിക്കും, അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിരുന്നു. ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ലപോലെ എണ്ണ തെളിയും വരെ ഒന്നുകൂടെ നമുക്ക് റോസ്റ്റ് ചെയ്ത പോലെ എടുക്കാം. ഒരു 2 മിനിറ്റ് കേട്ടോ, അധികം ഒന്നും നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് മാത്രം. കണ്ടോ, എണ്ണ തെളിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു അളവ്. ഈ ഒരു പാകത്തിനാണ് എപ്പോഴും നമുക്ക് മട്ടൻ ആണെങ്കിലും ബീഫാണെങ്കിലും ചോപ്സ് ഉണ്ടാക്കുമ്പോൾ കിട്ടേണ്ടത്. ആ പീസിലൊക്കെ ഇങ്ങനെ കണ്ടോ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്നു മസാല. നന്നായിട്ട് പീസെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തിരിച്ചും നമ്മുടെ സൗഹൃദവും നമ്മുടെ സപ്പോർട്ടും എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സംരംഭത്തിനും നമ്മുടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ട്, നമ്മുടെ ചാനലിനുണ്ട്. അതിൻ്റെ സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് വീണ്ടും വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്മ മാത്രമേ ഉണ്ടാവട്ടെ.